നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിൽ വന്നിട്ടുള്ള 5 അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് 5 ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ യൂട്യൂബ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. യൂട്യൂബേഴ്സിനും അതേപോലെ തന്നെ യൂട്യൂബ് ആപ്പ് ഉപയോഗിക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന 5 ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഫീച്ചേഴ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ നിന്ന് കൂടുതൽ ഏൺ ചെയ്യാനും കൂടുതൽ വ്യൂസ് ഉണ്ടാക്കാനും പറ്റും. അതല്ല നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് കാരണം കൂടുതൽ ഈസി ആയിട്ട് യൂട്യൂബ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് 5 ഫീച്ചേഴ്സ് എന്നുള്ളത് പറയാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം തുറന്ന് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറയാം. ഇനി മുതൽ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ ഇമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള ഒരു റെക്കമെൻഡേഷനും ഉണ്ടാകത്തില്ല. അതായത് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അതിപ്പോൾ മൊബൈലിൽ നിന്നായാലും ഡെസ്ക്ടോപ്പിൽ നിന്നായാലും ലാപ്ടോപ്പിൽ നിന്നായാലും ഈ ഒരു പേജ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് സാധാരണ നമുക്ക് യൂട്യൂബിന്റെ ഹോം പേജിൽ കാണാൻ പറ്റുന്ന റെക്കമെൻഡേഷൻസ് കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. യൂട്യൂബ് ആപ്പിലെ എക്സ്പ്ലോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ലഭിക്കും. ഏറ്റവും താഴെയായിട്ട് കോഴ്സസ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് പേ ടു വാച്ച് ആണ്. അതായത് നമ്മൾ പൈസ കൊടുത്ത് പേ ചെയ്ത് വാച്ച് ചെയ്യേണ്ട കോഴ്സസ് ആണ് ഇവിടെ ഉള്ളത്. ഫ്രീ ആയിട്ടും ഇത് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷേ അഡ്വർടൈസ്മെന്റ് വരും. പേ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കുറേ അധികം എക്സ്ട്രാ ഫീച്ചേഴ്സ് കൂടെ ലഭിക്കും. അതേപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ കോഴ്സസ് കാണാനും കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. ഞാൻ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ കുറേ അധികം പേ ടു വാച്ച് കോഴ്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ ഒരു കോഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും. കാരണം ഇവരുടെ കോഴ്സ് എങ്ങനെ ഉണ്ട്, നമുക്ക് യൂസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം നമുക്കത് താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാനായിട്ട് ബൈ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണോ ആ കോഴ്സിന് വേണ്ടി നൽകിയിട്ടുള്ളത് അത്രയും പേ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ഫുൾ ആക്സസ് എടുക്കാനായിട്ട് സാധിക്കും. ബാക്കി എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അത് വീഡിയോകൾ കാണുന്നവർക്കും അതേപോലെ തന്നെ ക്രിയേറ്റേഴ്സിനും രണ്ടുപേർക്കും ഒരേപോലെ യൂസ്ഫുൾ ആകുന്ന ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ കോഴ്സസ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾക്ക് അത് സെല് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓൾറെഡി ഒരുപാട് പേര് ഇവിടെ കോഴ്സസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ കോഴ്സസ് എന്ന് പറയുന്ന ഫീച്ചർ എല്ലാവർക്കും ലഭിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം അടുത്ത സമയത്താണ് ഇത് റോൾ ഔട്ട് ചെയ്തത് എല്ലാവർക്കും വേണ്ടി. ഇതിന് മുമ്പ് തൊട്ടേ ഇതിന്റെ ട്രയൽ നടക്കുന്നുണ്ട്. ആ സമയം തൊട്ടേ കോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെയൊക്കെ കോഴ്സുകളാണ് നമുക്കിവിടെ ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. എങ്ങനെയാണ് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കാര്യം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ അപ്ഡേറ്റും എക്സ്പ്ലോർ പേജിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും എക്സ്പ്ലോർ പേജിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പോഡ്കാസ്റ്റ് ഓൾറെഡി നേരത്തെ ഒരു യൂട്യൂബിലുണ്ട്. പക്ഷേ എക്സ്പ്ലോർ പേജിൽ ഇപ്പം പുതുതായിട്ട് ഈ ഒരു ഫീച്ചർ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. പോഡ്കാസ്റ്റുകൾ എത്ര എണ്ണം യൂട്യൂബിലുണ്ടോ അത് മൊത്തം നമുക്ക് ഇവിടെ നിന്ന് ഒരേ സ്ഥലത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓരോ ഫീച്ചേഴ്സ് സത്യത്തിൽ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഓരോ പുതിയ ആപ്പ് ഓപ്പൺ ആക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. അതായത് കോഴ്സ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു സെക്ഷൻ, അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ പോഡ്കാസ്റ്റ് മാത്രമായിട്ടുള്ള ഒരു സെക്ഷൻ. സാധാരണ നമ്മുടെ ആ യൂട്യൂബിന്റെ ഇന്റർഫേസിൽ നിന്ന് തന്നെ ടോട്ടലി ഇത് മാറിയാണ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ യൂട്യൂബ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം പോഡ്കാസ്റ്റും നല്ലൊരു ഓപ്ഷനാണ്. കാണുന്നവർക്ക് പോഡ്കാസ്റ്റ് കാണാനും നോളജ് ഗെയിൻ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഇതുണ്ടാക്കി പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗവും ഇവിടെ പോഡ്കാസ്റ്റ് മോണിറ്റൈസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ പോഡ്കാസ്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അക്കാര്യവും കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. നാലാമത്തെ അപ്ഡേറ്റും അഞ്ചാമത്തെ അപ്ഡേറ്റും യൂട്യൂബ് ഷോർട്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. എന്താണ് സംഭവം ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ യൂട്യൂബ് ഷോർട്സ് പേജിൽ വന്നിട്ടുണ്ട്. ഷോർട്ട് പേജിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്ത് ജസ്റ്റ് ഞാനിതൊന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നോക്കിക്കൊള്ളുക. സ്ക്രീനിൽ പുതുതായിട്ട് 3-4 ഓപ്ഷൻസ് വന്നു. 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ട്രെൻഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്സിൽ ഇപ്പം പ്രസന്റ് ടൈമിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള എല്ലാ ഷോർട്ട് വീഡിയോസും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ലോങ് വീഡിയോസ് ഒന്നും വരത്തില്ല, ഷോർട്സിന്റെ ട്രെൻഡിംഗ് മാത്രമായിരിക്കും. അഞ്ചാമത്തെ അപ്ഡേറ്റ് യൂട്യൂബിന്റെ ഷോർട്ട് സെക്ഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോർട്ട് വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനൂടെ കാണാൻ സാധിക്കും. ലൈവ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. സബ്സ്ക്രിപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ഷോർട്ട് വീഡിയോസ് ആയിരിക്കും ഇവിടെ കാണിക്കുക. അപ്പം നിങ്ങളുടെ കാണാൻ സാധിക്കും. ഞാൻ ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പേജുകളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. നോക്കാം, ഞാൻ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അടുത്ത മറ്റൊരു പേജ് ഞാൻ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഷോർട്ട് വീഡിയോസ് ആണ് എനിക്ക് ഷോർട്ട് ഷെൽഫിൽ കാണാനായിട്ട് സാധിക്കുക. അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലുകളിലെ ഷോർട്ട് വീഡിയോസ് മാത്രം കാണുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഷോർട്ട് ഷെൽഫിൽ വന്നിട്ട്
ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലിൽ നിന്നുള്ള ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ 5 അപ്ഡേറ്റുകൾ. എനിക്ക് പേഴ്സണലി എല്ലാ അപ്ഡേറ്റും വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.